നമസ്കാരം. ഞാൻ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഭാരത് ബൻസ് വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി നമ്മളെ മുട്ടിൽ മരക്കച്ചവടക്കാരെ ചാനലാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ വലിയ ത്രികാല ജ്ഞാനികളായിട്ട് എല്ലാ വാർത്തകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ കണ്ടവര് 136ാമത്തെ മണിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഗിന്നസ് റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ വാർത്തയാണ്, അല്ലാതെ അർജുനെ കുറിച്ച് ആലോചിച്ചിട്ടൊന്നുമല്ല. അപ്പൊ ഇവര് ഈ മരക്കച്ചവടക്കാരുടെ ചാനലിനകത്ത് വരുന്നത് വളരെ വൃത്തികേടുകളാണ് പലതും വന്നുകൊണ്ടിരിക്കുന്നത്. ഭാരത് ബൻസ് വലിയ സംഭവമാണെന്ന് പറഞ്ഞത്. ഭാരത് ബൻസിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ന്യൂനതകൾ എന്തൊക്കെയാണെന്നുള്ളതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ആദ്യം ഞാനൊരു സാധനം കേൾപ്പിച്ചു തരാം. നമ്മൾ അഖിൽമാരാർ ഇന്ന് അരുണിനെ വലിച്ചു കയറിയിട്ടുണ്ട്, അതും കേൾപ്പിച്ചു തരാം. കേരളത്തിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവനെ വെച്ച് വിറ്റ് കാശാക്കിയ ഈ നാറികൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം. ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ കൊറോണ വന്നു. കൊറോണ വന്ന സമയത്ത് കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകൻ, ആ മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്നത് എന്റെ തലയിൽ ധാരാളം ഉള്ള ഒരു സാധനം, തലമുടി മാത്രമല്ല, ഒരല്പം യുക്തിയും ബുദ്ധിയും വിവേകവും ഉള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ഞാൻ. ഇതില്ലാത്തവൻ, ഈ തലയിൽ ഈ രണ്ട് സാധനവും ഇല്ലാത്തവൻ, സ്വയം വലിയ പ്രൊഫസറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുവൻ ഈ കേരളത്തിലെ ജനങ്ങളെ കഴിഞ്ഞ എത്ര നാളുകൾ കൊണ്ട് വിഡ്ഢിയാക്കുന്നു നിങ്ങൾക്കറിയാമോ? കൊറോണ വന്ന സമയത്ത് ആദ്യത്തെ 24 എന്ന് പറയുന്ന ചാനൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഇയാളുടെ റിപ്പോർട്ടിംഗ് നിങ്ങൾ കാണണം. ഒരു രോഗം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് ഒരു അപകടം എത്തുമ്പോൾ ജനങ്ങൾക്ക് ഭീതി പടർത്തി അവരെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കുകയല്ല വേണ്ടത്, ആശ്വസിപ്പിക്കാനും എങ്ങനെ അത് പരിഹരിക്കാനും എങ്ങനെ അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഏത് വിഷയത്തിലും ഈ നാട്ടിൽ വിഷം ഏത് രീതിയിലൊക്കെ കുത്തിവെക്കാമോ, അത് ജാതിയുടെ കാര്യത്തിലായിക്കോട്ടെ, സാമ്പാറിന്റെ കാര്യം പറഞ്ഞ് ജാതി കുത്തിവെക്കുന്നവൻ, ഓരോ വിഷയം സാമ്പാറിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പഴവിളം പഴയിടം നമ്പൂതിരിയുടെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട അവൻ അവിടെ അയാളടുത്ത് പോയിട്ട് മാപ്പൊക്കെ പറഞ്ഞു. എവിടൊക്കെ എന്തൊക്കെ വർഗീയത കുത്തിവെക്കാൻ പറ്റും അതൊക്കെ ചെയ്യുന്ന സാധനമാണ്. ഇവരൊക്കെ അധ്യാപകനാവാൻ യോഗ്യതയില്ല, അധ്യാപക ജോലി ഒഴിവാക്കിയത് നന്നായി. ഓരോ അപകടത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാശ് കൊടുക്കുന്നവന് വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരവും ചാനലിൽ കൂടി വിളിച്ചു പറയുന്ന ഇത്തരം മാധ്യമ പ്രവർത്തകർ ഈ നാടിന്റെ ഒരു വലിയ ശാപം തന്നെയാണെന്ന് എത്രയൊക്കെ നമ്മൾ മാറ്റിവെച്ചാലും പറയാതിരിക്കാൻ കഴിയില്ല. രണ്ടാമത്, നമുക്ക് പ്രളയം വന്ന സമയത്ത് രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. അന്ന് പ്രളയം വന്ന സമയത്ത് ഇന്ത്യൻ ആർമി ഇവിടേക്ക് സഹായത്തിനേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയൊരു ജനരോഷം ഉയർന്നു വന്നു. അന്ന് നമ്മൾ ഇന്ത്യൻ ആർമിയെ ഇവിടേക്ക് കൊണ്ടുവന്നില്ല. പകരം ഇന്ത്യൻ ആർമിയെ പിന്നീട് കൊണ്ടുവന്നിട്ട് എന്താ ചെയ്തത്? തഹസിൽദാർമാരും വില്ലേജ് ഓഫീസർമാരും വഴി ഇന്ത്യൻ ആർമിക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. അന്ന് മന്ത്രിയാണോ അതോ ഉത്തരവാദിത്തപ്പെട്ട മറ്റാരാണോ പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല. അന്ന് അദ്ദേഹം പറയുകയാണ്, ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച് അവർക്ക് ഇടുക്കിയിലും മറ്റു പ്രദേശത്തും ഒക്കെ വെള്ളം പൊങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവിടെ ഇതൊക്കെ അറിയാവുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഈ പറഞ്ഞ വില്ലേജ് ഓഫീസർക്കും തഹസിൽദാർമാർക്കും ഇങ്ങനെ കൃത്യമായുള്ള ഒരു സ്കെച്ചിങ് ഇവരുടെ മനസ്സിലുണ്ട്, ഇവർക്ക് ആ പ്രദേശത്തെ കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ ഏൽപ്പിച്ചതെന്ന്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ശരിയാണ്, പാകിസ്ഥാനിലും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ യുദ്ധം വന്നിരുന്ന സമയത്ത് ഇന്ത്യൻ ആർമി അവിടേക്ക് പോകുന്ന അവിടുത്തെ വില്ലേജ് ഓഫീസറെ വിളിച്ചു ചോദിക്കും, അവിടുത്തെ തഹസിൽദാരെയൊക്കെ വിളിച്ചു ചോദിക്കും, അതെ ഞങ്ങളിപ്പോ അങ്ങോട്ട് 2 ബോംബിടാൻ വരുന്നുണ്ട്, നിങ്ങൾ അവിടുത്തെ ഒരു റൂട്ട് മാപ്പ് ഞങ്ങൾക്ക് തന്നായിരുന്ന വലിയ ഉപകാരം. ഇതുപോലെ വിവരമില്ലാത്ത വിഡ്ഢികൾ നമ്മുടെ ഭരണ സംവിധാനത്തിലും ഉണ്ടെന്ന് ആലോചിക്കണം. നമ്മുടെ സംവിധാനത്തിൽ മാത്രമല്ല, കർണാടകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർണാടക സർക്കാരിന്റെ തുടക്കത്തിലുണ്ടായിട്ടുള്ള ഒരു വലിയ വീഴ്ചയെ പറയാതിരിക്കാനും കഴിയത്തില്ല. ഓട്ടെ, കർണാടക സർക്കാരിന്റെ വീഴ്ചക്ക് പറഞ്ഞത് അഖിലിന്റെ വർത്താനൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ പണ്ട് പ്രഫുൽ ഗോഡ ജനൻ ടി വിക്കാരനെ വലിച്ചു ഒട്ടിച്ചതാ നമ്മളെ BJP ചാനൽ ജനൻ ടി വിനെ. ഒരു വിവരമില്ലാത്തൊരു അവതാരകനിൽ ഇരുന്നിട്ട് മറ്റേ ലക്ഷദ്വീപ് ലഫ്റ്റനന്റ് ഗവർണർ പ്രഫുൽ ഗോഡ പട്ടേലിനെ കുറിച്ച് ചർച്ച. അപ്പോ ഈ ലഫ്റ്റനന്റ് ഗവർണറിനെ അവതാരകൻ പറയുന്നുള്ളൂ, ഒരു ചങ്ങായി ഒരു നോള, ഞങ്ങൾ മലപ്പുറത്തെ ഭാഷയിൽ പറഞ്ഞ അതില് അഖിൽമാരാർ പെട്ടെന്ന് പറഞ്ഞ് പ്രഫുൽ ഗോഡ പട്ടേൽ ഇതിന് പറ്റിയ ആളല്ല എന്ന് പറഞ്ഞ്. അങ്ങനെ പറയരുത്, ആളെ അപമാനിക്കരുത്, വ്യക്തിപരമായ ഒഴുക്കരുത്. അപ്പൊ പിന്നെ നമ്മളെ കന്തപ്പെട്ടിരിക്കുക. അങ്ങനെ പറയരുത്. ഇവരെന്താ അറിയോ, പ്രഫുൽ ഗോഡ പട്ടേൽ എന്നുള്ള പേരേ അറിയില്ല. പ്രഫുൽ പട്ടേൽ എന്നാണ് ഇപ്പം പഠിച്ചിരിക്കുന്നത്. പ്രഫുൽ പട്ടേൽ വേറെ ഉണ്ട്, മറ്റേ നമ്മളെ NCPയുടെ. അപ്പം പ്രഫുൽ പട്ടേൽ ഇവൻ അറിയുള്ളൂ. ഇവൻ കരുതിയത് ഗോഡ എന്നുള്ളത് ഇയാളെ പേരാന്നുള്ളത് അറിയില്ല. പ്രഫുൽ പോഡ പട്ടേൽ എന്നാണ് കേട്ടത്. അതിന്റെ അവസാനം അഖിൽ കൊടുത്തൊരു മറുപടി ഉണ്ട്. അന്നാണ് ഞാൻ അഖിലിനെ ശ്രദ്ധിക്കുന്നത്. അഖിൽ കൊടുത്തൊരു മറുപടി ഉണ്ട്. അയാളെ പേര് അയ്യപ്പൻ എന്നാണെങ്കിൽ അയ്യപ്പൻ എന്ന് വിളിക്കായിരുന്നു, അയാളെ പേര് കേശവൻ എന്നാണെങ്കിൽ കേശവൻ എന്ന് വിളിക്കായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അയാളെ പേര് ഇങ്ങനെയായി പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഈ വില്ലേജ് ഓഫീസറോട് ചോദിച്ചു, തഹസിൽദാരോട് ചോദിച്ചിട്ടാണോ ബോംബിടാൻ പോണെന്ന് ചോദിച്ചത്. ഇത് ഭയങ്കര രസമായിട്ട് തോന്നി. പറഞ്ഞു വരുന്നത്, ഈ മരക്കച്ചവടക്കാരന്റെ ചാനൽ, മരക്കച്ചവടക്കാരൻ ഇപ്പൊ അതിന്റെ ചീഫ് എഡിറ്റർ ആയ മാതിരിയാ. വൈകുന്നേരം ആകുമ്പോൾ ചർച്ചയ്ക്ക് ഇരിക്കുക.
ഈ മരക്കച്ചവടക്കാരന്റെ ചാനലിൽ പോകുന്നതിന് മുമ്പ് 24th ന്യൂസിൽ അതുമല്ല ഈ അരുണ് കാണിച്ചത് ഗുരുനിന്നയാണ്. അരുണിനെ മാധ്യമപ്രവർത്തന രംഗത്തേക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ശ്രീകണ്ഠൻ നായരാണ്. എനിക്ക് വ്യക്തിപരമായി നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം അരുണ് ക്വിസ് കോമ്പറ്റീഷൻ, എന്റർടൈൻമെന്റ് പ്രോഗ്രാം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അരുണിനെ മോൾഡ് ചെയ്തെടുത്തത് ശ്രീകണ്ഠൻ നായരാണ്. ശ്രീകണ്ഠൻ നായർ അതിന് സ്പേസ് കൊടുത്തു, ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തു, ശ്രീകണ്ഠൻ നായർ വേണ്ട ട്രെയിനിങ് കൊടുത്തു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം വലിയ ഓഫർ വന്നപ്പോൾ ഇങ്ങോട്ട് ചാടി. ശ്രീകണ്ഠൻ നായർ ചാനലിൽ 24th ന്യൂസിൽ നിൽക്കുമ്പം ഇപ്പോഴത്തെ ഇവന്റെ മുതലാളി ഈ മരക്കച്ചവടക്കാരന്റെ ഈ പിന്നെ വയനാട്ടിലെ ഒരു വെട്ടിയ കട്ടുകൊണ്ടായ പാവങ്ങളെയൊക്കെ പറ്റിച്ച് കട്ടുകൊണ്ടായ മരങ്ങൾ വെട്ടിയെടുത്ത സ്ഥലത്തേക്ക് ഒരു ലോറിയിലൊക്കെ കയറി തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ട് അതിനോട് വലിയ വേഷം കെട്ടൊക്കെ കെട്ടിയിട്ട് പിന്നെ പോയി അവിടെ സൈറ്റിലൊക്കെ പോയി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അത് 24 ന്യൂസിലാവുമ്പോൾ. ആ പോയ ഈ വിവരം കെട്ടവനല്ല, ഈ പൈസയോടുള്ള ആർത്തി കൊണ്ട് സ്വയം വിൽക്കാൻ വെച്ച ഇവൻ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പം പ്രത്യക്ഷപ്പെടുന്നത് നേരെ മരക്കച്ചവടക്കാരനെ സാറെന്ന് പറഞ്ഞിട്ട് ഓച്ചാനിച്ച് നിൽക്കുന്നതാണ് കണ്ടത് റിപ്പോർട്ടറിൽ വന്നിട്ട്. ഈ ചാനലാണ് ഇപ്പം ഇതിലെ ഏറ്റവും എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. ഇവരെന്തൊക്കെയാണ് ചർച്ച ചെയ്തിരുന്നത്? പ്രത്യേകിച്ചും ഈ അരുണും സുജയും കൂടി. സുജയൊക്കെ അനൗൺസ് ചെയ്യണത് ഇങ്ങനെ പല പിന്നെ ഈ വിഷയം ഈ പിന്നെ അർജുന്റെ വിഷയം അവതരിപ്പിക്കുന്ന കേട്ടാൽ മറ്റവൻ അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു ഫുട്ബോൾ കമന്ററി പറയുന്ന പോലെ പറയാ. ഈ പിന്നെ ഇവിടെ ഇരുന്നിട്ട് ആങ്കറിങ് നടത്തണ മാതിരിയാ. ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ആങ്കറിങ് നടത്തണ മാതിരിയുള്ള സ്റ്റൈലിലാണ് വോയിസ് മോഡുലേഷനൊക്കെ. എന്താണ് ഇത് ഉദ്ദേശിച്ചത്? എന്താ ഇവരുടെ അവസ്ഥ? വേറെ ചാനലുകളുണ്ടല്ലോ ഇവിടെ. ഇത്ര ഒരു പിന്നെ ഇതിനെ പിന്നെ മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണത്. ഇന്ന് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥ പിന്നെ അവിടുത്തെ SP ആണ് ചോദിക്കുന്നത് പിന്നെ ഇന്നലെ മാധ്യമക്കാരോട് നെഗറ്റീവ് റിപ്പോർട്ട് കൊടുത്തത് എന്താ, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുകയല്ലേ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അല്ല, മിലിറ്ററിയുടെ ആൾക്കാരോ? SP യുടെ മിലിറ്ററിയുടെ ആൾക്കാരാണോ? മിലിറ്ററി ആരെയും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഉപകരണമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യൻ ആർമി വാർഫീൽഡിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്, ഈ ഡ്രോൺ. അതിന്റെ വിഷ്വൽസ് പോലും പുറത്തേക്ക് പോകാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതിന്റെ വിഷ്വൽസ് പോയി കഴിഞ്ഞാൽ അത് ലീക്കായി കഴിഞ്ഞാൽ പാകിസ്ഥാനോ അല്ലെങ്കിൽ ചൈനയുടെ ഒക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെടുത്തിരിക്കുന്ന സാധനം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവർക്ക് സയന്റിസ്റ്റുകളില്ലേ, അവർക്ക് ടെക്നോക്രാറ്റുകളില്ലേ? അപ്പൊ അത്രയും പിന്നെ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉപകരണം ഒരാളെ പിന്നെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിട്ടിരിക്കുക. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില പ്രോട്ടോകോളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവരെ അടുപ്പിക്കാത്തത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. പിന്നെ ഈ ഭാരത് ബൻസിലേക്ക് വരാം. അതിന്റെ മുമ്പ് സുജയ പാർവതിയുടെ ചർച്ച ഞാൻ കണ്ടു. സുജയ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ട് പിന്നെ ഇപ്പോഴല്ല, പിന്നെ 2 ദിവസം മുമ്പത്തെ ചർച്ച ഞാൻ ഇന്ന് ശ്രദ്ധിച്ചു. അതുകൂടി കണ്ടോണ്ടാ ഞാൻ പറഞ്ഞത്. സുജയ പറയുകയാണ്, പിന്നെ നമ്മളെ അനുഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് മാനുവലായിട്ട് തന്നെ മണ്ണ് നീക്കായിരുന്നു. എന്ത്, ഒരു മാല ഇടിഞ്ഞ് കിടക്കുന്നിടത്ത് ആൾക്കാർ പോയിട്ട് തൂമ്പയ്ക്ക് കോരിയിട്ട് ഒരാൾ തൂമ്പയിൽ കോരുക, എന്നിട്ട് കൊട്ടയിലിട്ട് കൊടുക്കുക, പിന്നെ മറ്റേ ആൾ 2 പേര് കൊട്ട പിടിച്ചിട്ട് കൊണ്ടിട്ട് വേറെ എവിടെയും കൊണ്ടിടുക. മാനുവലായിട്ട് നീക്കാന്ന് പറഞ്ഞതാണേ. മനുഷ്യാധ്വാനം കൊണ്ട് നീക്കാമായിരുന്നു. ഉപകരണങ്ങളൊന്നും വേണ്ടിയിരുന്നില്ല. നവനായിട്ടുള്ള റിപ്പോർട്ടർ ചാനലിൽ പിന്നെ കുറെ ആൾക്കാരുണ്ടല്ലോ, കുറെ സ്റ്റാഫ് ഉണ്ടല്ലോ. പിന്നെ ഈ നാട്ടുകാരെ മരം വെട്ടി പിന്നെ പറ്റിച്ച് തിന്ന് കൊടുത്തിരിക്കുന്ന 2-3 ചേട്ടന്മാരുണ്ടല്ലോ, ബ്രദേഴ്സ്, മുതലാളിമാരെ. എല്ലാം കൊണ്ടോട്ട് പോ, തൂമ്പയും കോട്ടയൊക്കെ എടുത്തിട്ട് എവിടെയും മലയിടിച്ചിടുമ്പോൾ അവർ പോയിട്ട് മാറ്റട്ടെ. ഒരു ബോധമില്ല മേടിക്കുന്നത്. കോമൺ സെൻസ് വേണ്ടേ? ഒരു മാല ഇടിഞ്ഞ് കിടക്കുക, എന്നിട്ട് അവിടെ മാനുവലായിട്ട് മണ്ണ് നീക്കായിരുന്നു. ആലോചിച്ച് നോക്കണം നിങ്ങൾ, എങ്ങനെ നിൽക്കാൻ സാധ്യമാവും? ഇത് പറയുമ്പോൾ എന്ത് വിട്ടിത്തര പറയണമെന്നുള്ളത് ഒരു തിരിച്ചറിവുണ്ടാവണ്ടേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ പൊങ്ങുമ്പൂടം പറഞ്ഞ പോലെ അമീര ശിരസ്കൻ, ആ പ്രയോഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അമീര ശിരസ്കൻ. ഈ അമീര ശിരസ്കനും പിന്നെ ഈ ഊള സംഖ്യകൾക്ക് വിവരമില്ല. BJPക്കാരും ഇവളെ അംഗീകരിക്കുന്നില്ല. എറണാകുളത്ത് പിന്നെ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഇവൾ സ്ഥാനാർത്ഥിയാവുന്ന പറഞ്ഞിരുന്നത്. അറിയോ നിങ്ങൾക്ക്? കൃത്യമായിട്ട് എനിക്കറിയാം. നിങ്ങൾ BJPയുടെ സ്റ്റേറ്റ് നേതാക്കന്മാരോട് ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ പിന്നെ എറണാകുളം ജില്ലാ നേതാക്കന്മാരോട് ചോദിച്ചു നോക്ക്. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിനകത്തുള്ള വിവിധ നിയോജക മണ്ഡലം കമ്മിറ്റികൾക്കകത്ത് അഭിപ്രായ സ്വരൂപണം നടത്തിയപ്പം മേജർ രവി സ്ഥാനാർത്ഥിയാവട്ടെ എന്നാണ് കൂടുതൽ ആൾക്കാർ പറഞ്ഞത്. 2ാം സ്ഥാനത്ത് KS രാധാകൃഷ്ണന്റെ പേര് വരുന്നു. മേജർ രവിക്ക് പിന്നെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. ചില ശാരീരിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ രവിയോട് പിന്നീട് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പേഴ്സണലായിട്ട്. ഞാൻ ഇങ്ങനെ കേട്ടു, സത്യം തന്നെ അല്ലേ എന്ന് ചോദിച്ചു. നിങ്ങളെന്താ നിൽക്കായിരുന്നു എന്ന് ചോദിച്ചു. അല്ല, എനിക്ക് പിന്നെ ഞാൻ നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇങ്ങനെ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും പിന്നെ പുള്ളി കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ വരുന്നത്. ഇവിടെയുള്ള കുറെ ആൾക്കാർക്ക്, ഈ വിവരമില്ലാത്തവർക്ക് ഇവിടൊക്കെ അവിടെ കിടന്ന് തള്ളി മറിക്കുന്ന എന്തിനാണെന്നറിയാം? നിങ്ങളെ കൈയിടിട്ടാനാ. ഇതുകൊണ്ട് നിങ്ങളെ ചാണകസംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ഈ കമ്മികൾ പിന്നെ CPM കുറെ സൈബർ സഖാക്കളെ വിളിക്കുന്ന പോലെ ഇവിടുത്തെ പിന്നെ സൈബർ രംഗത്തുള്ള BJPക്കാരെ പിന്നെ ഈ ചാണകസംഖ്യകൾ എന്ന് വിളിക്കുന്നതിന്റെ കാര്യം
നിങ്ങളുടെ തലയ്ക്കകത്ത് വേറൊന്നും ഇല്ലാന്നേ. അതുകൊണ്ടാണ് നിങ്ങൾ ഇവളെ പൊക്കി പിടിച്ചിറക്കുന്നത്. ഇവളെന്താ വെച്ചാൽ ഉള്ളിലിരുന്ന് ചിരിക്കുന്നുണ്ടാവും. ഈ പൊട്ടന്മാര്, ഞാൻ 4 വർത്താനം പറഞ്ഞ ഈ പൊട്ടന്മാര് ഇതാവുമല്ലോ എന്ന്. അവരുടെ എഡിറ്റോറിയൽ ഈ പിന്നെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു നാടകം കളി, അഡ്ജസ്റ്റ്മെന്റാ. നമ്മളെ പൊട്ടന്മാരാക്കുക. അപ്പൊ ആൾക്കാർ എഴുതും സുജയ പാർവതി നികേഷ് കുമാറിനെ വലിച്ചു കീറി, അരുൺകുമാർ സുജയ പാർവതിയെ ചുമരിലൊട്ടിച്ചു, കമ്മികളപ്പോൾ പറയും. ഇതിൽ കുറച്ചുകൂടി കോമൺ സെൻസ് ഉള്ളത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ മുസ്ലിം ലീഗുകാർക്കാണ്. ഇപ്പൊ അവർ കുറച്ചുകൂടി പണ്ടൊക്കെ ഞങ്ങൾ മലപ്പുറത്തൊക്കെ പറയുന്നത് മൂരി ലീഗ് എന്ന്, കാരണം ബുദ്ധിന്റെ ആയിരുന്നില്ല. ഇപ്പൊ ഇവരുള്ള കുറെ ചെറുപ്പക്കാരായിട്ടുണ്ട്. നമ്മൾ നിരന്തരമായിട്ട് ഇടപെടുന്നതാണല്ലോ, മലപ്പുറത്തുകാരനല്ലേ. ഇത് ഒരു ഏറ്റവും പോറാവുന്നത് ഈ സൈബർ കമ്മികളും ഈ സൈബർ സംഘികളാണ്. വിവരമുള്ള CPM-മാരും വിവരമുള്ള BJP-ക്കാരും അങ്ങനെ ചെയ്യില്ല. ഈ BJP-യുടെ ലീഡർഷിപ്പിലുള്ള എല്ലാവരായിട്ടും നല്ല ബന്ധമുള്ള ആളാണ്. CPM ഒരുപാട് ബന്ധങ്ങളുള്ളതാണ്. എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഇവള് പറഞ്ഞിരിക്കുന്ന വേറെ കാര്യം, കേരളത്തിലായിരുന്നെങ്കിൽ അർജുൻ 2ാം ദിവസം വീട്ടിലിരുന്ന് TV കാണുമായിരുന്നു. കേരളത്തിലായിരുന്നെങ്കിൽ 2ാം ദിവസം വീട്ടിലിരുന്ന് TV കാണുമായിരുന്നു. ഏത് ഇത്രയടി പിന്നെ ഇത്ര മീറ്റർ താഴ്ചയിൽ കിടക്കുന്ന ലോറിക്കകത്ത് ഉണ്ടോ ഇല്ലെന്ന് ഇപ്പോൾ ഉറപ്പുവരുത്തിയിട്ടില്ല. ലോറിയുടെ ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ മണ്ണിനകത്ത് എവിടെയും കിടക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല, ബോഡി എടുക്കാൻ കഴിയില്ല. പിന്നെ നിരാശപ്പെടുത്തുകയല്ല, ഫാക്റ്റാണ്. അതേസമയം വണ്ടിക്കകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. വണ്ടിക്കകത്ത് തെറിച്ചു വല്ലതും ഗ്ലാസ് വല്ലതും കല്ലു വന്നടിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാത്. യാഥാർത്ഥ്യ ബോധത്തോടെ സംസാരിക്കണ്ടേ. ആ കുടുംബം പോലും ഇപ്പം അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവില്ലല്ലോ. അവർ ഇന്നലെ തന്നെ അവന്റെ പിന്നെ ചേച്ചിയുടെ എടുത്ത് കണ്ടു. ഞങ്ങൾക്ക് അവനത് കാണാൻ കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. കാരണം അവർ ഇനി ജീവനോടെ കിട്ടുന്നുള്ള പ്രതീക്ഷയില്ല. അപ്പോൾ സുജയ കടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നത് ജീവന്റെ തുടിപ്പുകൾ ഉണ്ടാവും. എന്തുട്ടത് നാടകോ, മിമിക്സ് പരേഡോ, വോയിസ് മോഡുലേഷൻ ഒക്കെ മാറ്റി ഇടയ്ക്ക് ചിരിക്കും, ഇടയ്ക്ക് കരയണ പോലെ കാണിക്കും. എന്തൊക്കെയത്? നമ്മുടെ നെഞ്ചു പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പറയും. നെഞ്ചു പൊട്ടട്ടെ, ഇവരൊക്കെ നെഞ്ചു പൊട്ടിക്കഴിഞ്ഞാൽ നന്നായിരുന്നു. പിന്നെ ഭാരത് ബെൻസ് വലിയ സംഭവമാണ്. ഭാരത് ബെൻസ് ഇതിനെല്ലാം സർവൈവ് ചെയ്യും. ഭൂമി കുലുക്കമുണ്ടായാലും പൊട്ടൂല. ഇവർ കൊടുത്തിട്ടുള്ള വാർത്തയാ. പിന്നെ ഭാരത് ബെൻസിന്റെ ക്യാബിനകത്ത് പിന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ട്. എന്തൊട്ട് സജ്ജീകരണം? ഇത് ഭാരത് ബെൻസ് അവിടെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കലല്ലോ. മാലയെഴുതി വരുമ്പോൾ ഈ സാധനം ഉരുണ്ട് പോകുന്നു ഞാൻ അന്നേ പറഞ്ഞു. ഞാൻ എത്ര ദിവസം മുമ്പ് പറഞ്ഞു ഈ സാധനം മലക്കം മറിഞ്ഞു കാരണം മറിഞ്ഞു ഒക്കെ ഇവിടെ എത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഇത്രയും മല പിടിഞ്ഞ് വരുമ്പോൾ അവിടെ ഇവരെ വിചാരം ഭാരത് ബെൻസ് അനങ്ങൂല, ശങ്കർ സിമന്റ് പിന്നെ തകർക്കാൻ പറ്റാത്ത വിശ്വാസം എന്നൊക്കെ പറയണ പോലെ ഇത് അവിടെ ഇങ്ങനെ അനങ്ങാതെ അവിടെ ഇങ്ങനെ നിൽക്കും ഭാരത് ബെൻസ്. ഭാരത് ബെൻസിന്റെ പരസ്യത്തിൽ അല്ല പൈസ മേടിച്ചിട്ടുണ്ടോ എനിക്ക് അറിയില്ല, അവർക്ക് പരസ്യം കൊടുത്താണോ എന്നുള്ളത്. കാരണം അങ്ങനെ കേൾക്കുമ്പോൾ ആൾക്കാരെല്ലാം ഭാരത് ബെൻസ് മേടിക്കുമല്ലോ, ഈ ലോറി മേടിക്കാൻ നിൽക്കണോ. ഇവരതിനും മേടിക്കില്ല എന്നേ, അവരുടെ കമ്മീഷൻ മേടിക്കാൻ മേടിക്കില്ല. ഭാരത് ബെൻസ് എന്ന് പറയുന്ന സാധനം ഇവരെ ആലോചിച്ച് നോക്കി. 40 ടണ്ണാണ് ഈ വണ്ടിയുടെ ഭാരം. 1000കണക്കിന് ടണ്ണ് കല്ലും മണ്ണും കൂടി വിളിച്ചു തരിക. അതിന് മുമ്പിൽ എന്തോ 40 ടണ്ണ്. അതിനെന്ത് ഈ കല്ലിനും മണ്ണിനും അറിയോ ഇത് ഭാരത് ബെൻസ് ആണെന്നുള്ളത്, ഈ മലയ്ക്ക് അറിയോ ഇത് ഭാരത് ബെൻസ് ആണെന്നുള്ളത്. ഭാരത് ബെൻസ് അവിടെ കിടക്കുന്നു, ഒന്ന് ബഹുമാനിച്ച് കല്ല് ഇപ്പുറത്ത് കൂടി പോവോ? അങ്ങനെയുണ്ടോ? വലിയ മാറക്കല്ലൂരിൽ വരുമ്പോൾ മുമ്പിൽ ഭാരത് ബെൻസ് ആണ് നിൽക്കുന്നത്. ബെൻസ് ആണ്, ബെൻസിന് തട്ടണ്ട, നമുക്ക് ഇപ്പുറത്ത് കൂടി പോവാം, അല്ലെങ്കിൽ ലെഫ്റ്റ് പിടിക്കാം, അല്ലെങ്കിൽ റൈറ്റില്ല, എന്നിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് കല്ലും മണ്ണും കൂടി അപ്പുറത്ത് കൂടി പോകുന്നു. വിവരദോഷം എന്നല്ലാതെ എന്താ പറയുക ഇവരോടൊക്കെ. ഭാരത് ബെൻസിന്റെ ഞാൻ പറഞ്ഞുതരാം. ഭാരത് ബെൻസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ്ങിന് ഓക്കെയാണ്, കിലോമീറ്റർ പിന്നെ മൈലേജ് ഓക്കെയാണ്, പിന്നെ സ്മൂത്താണ്, റിപ്പയർ കുറവാണ്, ഒക്കെയാണ്. പക്ഷെ ഇതിന്റെ ബോഡി അവർ തന്നെ നിർമ്മിച്ചു തരുന്ന കമ്പനിയുടെ ബോഡിയാണ് ഭാരത് ബെൻസിൻ്റെത്. മറ്റേത് ഈ സാധനം മാത്രം കൊണ്ടുവന്നിട്ട് പിന്നെ ബോഡി ഇവിടെ പിന്നെ ഉണ്ടാക്കുക, ബോഡി ബിൽഡിങ് ഇവിടെ നിന്നാണ് അതിന്റെ പിന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കുക. അപ്പൊ എന്താ വെച്ചാൽ നല്ല തിക്കായിട്ടുള്ള നല്ല മെറ്റലാണ് ഉപയോഗിക്കുക. ഇവരത് വളരെ കാരണം ഈ പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വണ്ടിയുടെ ഈ പിന്നെ ബോഡി വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ബോഡിയുടെ വെയിറ്റ് കുറയ്ക്കുമ്പം ഇപ്പോൾ 2 ടൺ ബോഡി വെയിറ്റ് വരുന്നതിന് പകരം അല്ലെങ്കിൽ 3 ടൺ വരുന്നതിന് പകരം അതിന് പിന്നെ 500 കിലോയിലോ അല്ലെങ്കിൽ 1 ടണ്ണിലോ ഒതുക്കിയാൽ അത്രയും കൂടി ഇതിനകത്ത് ലോഡ് കയറ്റാം, കപ്പാസിറ്റി കൂടും. അങ്ങനെയാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ പിന്നെ ഈ ബിസിനസ്സുകാർക്ക് അതിനാണുള്ള താല്പര്യം. ഒരു ടണ്ണെങ്കിൽ 1 ടൺ ഏറെ കയറ്റാം, അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള ലാഭം കിട്ടും. അപ്പൊ അതിനുള്ള രീതിയിൽ ഗേജ് കുറഞ്ഞ പിന്നെ മെറ്റലാണ് ഇനി യൂസ് ചെയ്യുന്നത്. ഈ മെറ്റീരിയലെല്ലാം അങ്ങനെയുള്ളതാണ്. പക്ഷെ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് അതിന്റെ പിന്നെ വലിയ വണ്ടിയാണ്. വലിയ വണ്ടി എന്ന് പറഞ്ഞാൽ വലിയ വണ്ടിക്കാർക്കൊന്നും പേടിക്കാനില്ല. എതിരെ വന്നാലും ഈ കാറുമായിട്ടോ ജീപ്പുമായിട്ടൊക്കെ വല്ല ഇടിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു പരിക്കും പറ്റില്ല, ഏത് വണ്ടി ഇടിച്ചാലും. പിന്നെ ഉണ്ടാവണമെന്ന് പറയുക ഭാരത് ബെൻസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് പിന്നെ ഇതിന്റെ ക്യാബിനാണെങ്കിൽ പകരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്യാബിന് ഇത് അതിന്റെ പോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സൈഡിൽ ഫൈബർ യൂസ് ചെയ്യുന്നുണ്ട്.
ബോണറ്റിന്റെ ഭാഗത്ത് ഫൈബർ യൂസ് ചെയ്യുന്നുണ്ട്. ഭാരത് ബെൻസ് നിങ്ങൾ അറിയുന്നവരോട് ചോദിച്ചു നോക്ക്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ അത്യാവശ്യം റെഫർ ചെയ്തിട്ട് ഞാൻ പറയണേ. ഭാരത് ബെൻസ്. പക്ഷേ ഈ സാധനം എന്താ വെച്ചാൽ അങ്ങനെ ഇനി എവിടെ ഇടിക്കാറില്ല. ഇനി ഇടിച്ചാൽ തന്നെ വല്ല ഓട്ടോറിക്ഷയായിട്ടോ കാറായിട്ടോ അല്ല ഇന്നോവ ആയിട്ടൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ ഇന്നോവ ഒട്ടിപ്പൊളിഞ്ഞു പോകുന്നല്ലാതെ ഇതിനൊന്നും പറ്റില്ല. അതേസമയം ഒരു വലിയ വണ്ടിയായിട്ട് ഒരു ഭാരത് ബെൻസ് വേറെ ലോറിയായിട്ട് ഡയറക്റ്റ് കൂട്ടിയിടിക്കുക എന്ന സ്ഥിതി ഉണ്ടായാൽ ഭാരത് ബെൻസും ഫ്രണ്ട് ക്യാബിൻ തകരും. ബാക്കിയുള്ള വണ്ടിയുടെ ആണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ക്യാബിനാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള വണ്ടികൾ ഇവിടെ നിന്നാണ് ക്യാബിൻ ഉണ്ടാക്കുക. ഇത് ഈ സാധനം മാത്രം എന്താ പറയാ ശാസിയോ പിന്നെ അതിന് പറയുന്ന കറക്റ്റ് വാക്ക് എനിക്കറിയില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വാക്ക് പറയാൻ പോകില്ല. വിവരമില്ല എന്ന് തന്നെ പറയണം. അല്ലാതെ അരുണ്ട മാതിരി എല്ലാം തികഞ്ഞ ആളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമുക്കറിയാത്ത അറിയില്ല എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ഈ മേഖലയായിട്ട് വലിയ ബന്ധമില്ല. ഇപ്പൊ റെഫർ ചെയ്തൊന്നേ ഉള്ളൂ. അപ്പൊ ഈ സാധനം പിന്നെ ഈ ഇവിടെ ഉണ്ടാക്കുന്ന വണ്ടിയാണെങ്കിൽ പിടിച്ചു നിൽക്കും. ഇപ്പൊ നമ്മളെ ടിപ്പറിന്റെ അതിന്റെ ക്യാബിൻ ഇവിടെ ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഈ നമ്മുടെ ബാക്കിയുള്ള ഇപ്പോൾ ഇവിടേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മരലോറികൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അശോക് ലേലന്റെ വണ്ടികൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇടിച്ചാലും അതിന്റെ ക്യാബിന് വരെ പിന്നെ ഒരു ചളുക്കം മാത്രമേ വരുള്ളൂ, അല്ലാതെ തകരില്ല. അത്യാവശ്യം വണ്ടികളുമായിട്ടൊക്കെ ഇടിച്ചാൽ. ഭാരത് ബെൻസ് ഇടിച്ചു കഴിഞ്ഞാൽ അത് ചുരുണ്ടി കൂടുന്ന പറയണേ. അതായത് ഈ വണ്ടിയിൽ മണ്ണാണ് വന്ന് ഇടിച്ചതെന്നുണ്ടെങ്കിൽ മണ്ണിനകത്താണ് ഒലിച്ചു പോയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതേസമയം വലിയ പാറക്കല്ല് ഈ ഭാരത് ബെൻസ് ലോറിയിൽ അർജുന്റെ വണ്ടിയിൽ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ട് ക്യാബിൻ തകരും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഫൈബർ വരെയാണ് യൂസ് ചെയ്യുന്ന മെറ്റീരിയലായിട്ട്. പിന്നെ ഇതിന്റെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് സെൻസറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ആക്സിലേറ്റർ ആണെങ്കിലും ഇതിന്റെ സെൻട്രൽ ലോക്ക് ആണെങ്കിലും ഒക്കെ സെൻസറാണ്. വെള്ളം കയറി കഴിഞ്ഞാൽ സെൻസർ വർക്ക് ചെയ്യില്ല. പിന്നെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, വേറെ ഒന്നിനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, അനങ്ങാൻ പറ്റില്ല. അതിന്റെ വേറൊരു കാര്യങ്ങളും വർക്ക് ചെയ്യില്ല. ഈ പിന്നെ GPS-ഉം കട്ടാവും വെള്ളം കയറി കഴിഞ്ഞാൽ. കാരണം സെൻസറിലാണ്, സെൻസർ റിലേറ്റഡ് ആണ് ഇതെല്ലാം നടക്കുന്നത്. ഭാരത് ബെൻസിന്റെ സവിശേഷത ഏതാണ്. അതേപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മറ്റേ വണ്ടികളൊക്കെ ആണെങ്കിൽ ചളുക്ക വരുള്ളൂ, ഇത് തകരും. അതിനിടയിൽ കൂടിയാണ് ഞാൻ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഒരുത്തർ അവിടെ കിടന്ന് കുരയ്ക്കുക, ഒരുത്തി ഇവിടെ കിടന്ന് പിന്നെ മോണാക്ട് കാണിക്കുക. എന്തൊക്കെ കാണിക്കണേ, ഇവർക്കൊന്നും ഒരു ഉളുപ്പില്ല എന്ന് കഴിക്കണേ. മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുക, മനുഷ്യനെ പൊട്ടനാക്കുക. ആൾക്കാർ ഇന്നലെയൊക്കെ നോക്കുമ്പോൾ 1 ലക്ഷം ആൾക്കാരൊക്കെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 1 ലക്ഷം ആൾക്കാരും വിഡ്ഢികളാകുകയാണ്. ഇവരൊക്കെ ബോയ്ക്കോട്ട് ചെയ്യണമേ. ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് അക്കാദമിക് സ്റ്റഡിയെങ്കിലും നടത്തി പറയണ്ടേ. നമ്മുടെ നാട്ടിലാണെങ്കിൽ കേരളത്തിലായിരുന്നെങ്കിൽ അർജുൻ 2ാമത്തെ ദിവസം വീട്ടിലിരുന്ന് TV കാണുമായിരുന്നു. സുജയ പാർവതി പറഞ്ഞ വാക്കാ. അതെ, കവളപ്പാറയിലുണ്ട് 11 പേര്. അവർ ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ വന്നിരുന്നിട്ട് TVയും കണ്ടു ചായയും കുടിച്ചിട്ട് പോയതേ ഉള്ളൂ. മണ്ണിനടി കിടക്കണം, ഇപ്പോഴും എടുത്തിട്ടില്ല. വർഷം 5ാമത്തെ വർഷം അത്. ഈ ആഗസ്റ്റ് 8ാം തീയതി ആകുമ്പോൾ 5 വർഷം തികയാ. എനിക്കറിയാവുന്ന കുടുംബങ്ങളിൽപ്പെട്ടവരുണ്ട് ഇതിനകത്ത്, പെട്ടുപോയവരിൽ. മരിച്ചവരിൽ ഒരുപാട് പേരുണ്ട് എനിക്കറിയാവുന്നവര്. എന്റെ സുഹൃത്തുക്കളുടെ പലരുടെയും ബന്ധുക്കളും ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് അറിയാവുന്ന അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. എന്നിട്ട് കണ്ടു പറയാ, കേരളത്തിലാണെങ്കിൽ 2ാമത്തെ ദിവസം അർജുൻ വീട്ടിലിരുന്ന് TV കണ്ടേനെ. എന്തൊരു ഡ്രാമാറ്റിക് ആയിട്ടാണ് ഒരു പൈങ്കിളി സാധനമായിട്ട് അത് അവതരിപ്പിക്കുന്നത്. ഇത് കോമഡി പ്രോഗ്രാം അല്ല. ഒന്നുകിൽ ഇവർ ഈ പരിപാടിക്ക് പോകാതിരിക്കുക, ലൈവ് ഒന്നും കൂടണ്ട, അത്യാവശ്യത്തിന് കിട്ടുന്ന കുറച്ച് വാർത്തകളൊക്കെ വിടുക. ഇത് ഫുൾ ടൈം റെക്കോർഡ് പിന്നെ ഗിന്നസ് പിന്നെ ബുക്കിൽ പേര് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കണ്ട, കാണാക്കോണെന്ന് പറഞ്ഞ് ചലിച്ചുകൊണ്ടിരിക്കണ്ട. അല്ല എന്നുണ്ടെങ്കിൽ വിടുമ്പം അത്യാവശ്യം സെൻസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് റിപ്പോർട്ടിംഗ് നടത്തുന്നത്. ഇത് തൃശ്ശൂർ പൂരല്ലല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശ്ശൂർ പൂരത്തിന്റെ ലൈവ് എങ്ങനെയും കൊടുക്കാം. ആനയുടെ ഇത് അങ്ങനെ വീശി പിന്നെ വർണ്ണവിസ്മയങ്ങൾ ആകാശം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. ഇവിടെ ഇവരെ പിന്നെ ഭാഷാപരിജ്ഞാനവും ഇവരുടെ പിന്നെ അഭിനയവും ഇതൊന്നും കാണിക്കേണ്ട സ്ഥലമല്ല. എന്റർടൈൻമെന്റ് പ്രോഗ്രാം അല്ല. വളരെ പിന്നെ ലോകത്ത് മുഴുവനുള്ള മലയാളികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്ത മുഖത്ത് നിന്ന് യാതൊരുവിധ ഉത്തരവാദിത്വ ബോധമില്ലാതെ മനുഷ്യനെ പൊട്ടനാക്കുന്ന രീതിയിൽ പിന്നെ കുറച്ച് ഗ്രാഫിക്സും ഇട്ടിട്ട് പറ്റിക്കുക. മരമുറി കച്ചവടക്കാരന്റെ ചാനല്. ശരിയെന്നാ, അഖിൽ അത്യാവശ്യം നന്നാക്കി കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഓക്കെ എന്നാ.